ചാരുമടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കമൻസിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കി സൂക്ഷിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളിതിവിടെ സ്ഥിരം എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണിത്. ഒരു കൊല്ലം വരെ ചീത്തയാകാതെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ കേടുകൂടാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് റെഡ് കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കളറുള്ള പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചുമന്ന പാഷൻ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് പുളി കുറവായിരിക്കും, പക്ഷെ മഞ്ഞയ്ക്ക് കുറച്ചും കൂടെ പുളി കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന റെസിപ്പിയിൽ പഞ്ചസാരയുടെ അളവ് മഞ്ഞ ഉപയോഗിക്കുന്നവർ കുറച്ച് കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണതിന് ഈ പാഷൻ ഫ്രൂട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ ദശഭാഗം മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ദേ ഇപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൾപ്പ് എടുക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് വെള്ളഭാഗം ഉൾപ്പെട്ടു പോയിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇല്ലാതെ എടുക്കുവാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനി ഇത് അരച്ചെടുക്കാനാണ് പോകുന്നത്. അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുരു അല്ലാണ്ട് വല്ലാതെ അരിഞ്ഞു പോകാൻ ഇടയാവരുത്. അങ്ങനെ വല്ലാണ്ട് അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിക്കാൻ നേരത്തും ആ കുരുവിന്റെ അംശങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിടക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം അരിഞ്ഞു പോകരുതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതുവരെയായിട്ട് എത്ര പാഷൻ ഫ്രൂട്ട് എടുത്തേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ എണ്ണത്തിലല്ല കാര്യം, ഇത് അരച്ചെടുത്തതിന് ശേഷം അതിന്റെ ജ്യൂസിന്റെ അളവനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിക്കും കൂടെ ചെയ്തിട്ടാണ് ഇത് അളന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഇതിനിപ്പോ അരയ്ക്കാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഞാനിപ്പോ ഇതേ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ജ്യൂസ് അടിക്കാൻ നേരത്ത് നിങ്ങൾ മാക്സിമം വെള്ളം ചേർക്കാതെ അടിക്കാൻ നോക്കണം. ഇനിയിപ്പോൾ വെള്ളം ചേർക്കാതെ അടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് അടിക്കാവുന്നുള്ളൂ, കുറച്ച് മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി എടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ ചേർക്കുന്ന വെള്ളം കുറച്ച് കൊടുക്കണം. ഇപ്പം എനിക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 1 ലിറ്ററോളം പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ 1 ലിറ്റർ ജ്യൂസ് എടുത്തു വെച്ചിരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ 1 ലിറ്റർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 250 ml കപ്പിന് 4 കപ്പ് ജ്യൂസാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ആ സെയിം കപ്പിന് 8 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് കേട്ട് പേടിക്കേണ്ടല്ല. നമ്മളപ്പോൾ സ്ക്വാഷ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നെ പഞ്ചസാര ഇട്ട് ഉപയോഗിക്കേണ്ടി വരത്തില്ല, വെള്ളം ഒഴിച്ച് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ 8 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര ജ്യൂസ് ആണോ ഉള്ളത് അത്രയും തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ 1 ലിറ്റർ തന്നെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 4 കപ്പ് വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ട് സിട്രിക് ആസിഡ് ആണ്. ഓൾറെഡി നമുക്കിതിൽ പുളിയുണ്ട്, എങ്കിൽ കൂടി നമ്മൾ കുറച്ച് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സിട്രിക് ആസിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സിട്രിക് ആസിഡ് ഞാനിവിടെ 2 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നാരങ്ങ നീര് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും, ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വരെയെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് കളർ കൂടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ കളർ എടുക്കുന്നില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കില്ല, അപ്പം ഞാൻ കളർ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമുക്കിനി പഞ്ചസാരന്റെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ആ സിറപ്പിന് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന 8 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചെടുക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാഷൻ ഫ്രൂട്ട് അടിക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് കുറയ്ക്കണ്ട കേട്ടോ വെള്ളം. അപ്പൊ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിക്കാവുന്നത് വരെ സിറപ്പാക്കി എടുക്കാം. നമ്മുടെ പഞ്ചസാര സിറപ്പ് അപ്പുറത്ത് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും കൂടെ വേണം. അതുപോലെ നമ്മൾ ജ്യൂസ് എടുക്കാൻ നേരത്ത് നന്നായിട്ട് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള തരികൾ ഉണ്ടാകും. അപ്പം നൈസ് അരിപ്പയിൽ കൂടെ മാക്സിമം അരിച്ചെടുക്കാൻ നോക്കുക, എന്നിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിന്ന് വന്നിട്ട് ഇപ്പൊ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പഞ്ചസാരയിൽ അഴുക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള അഴുക്കുകളൊക്കെ പതയായിട്ട് പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നമുക്കിത് പഞ്ചസാര പാനിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ തടിത്തവി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇതും ഇളക്കാൻ നേരത്തെ തടിത്തവി തന്നെ ഉപയോഗിച്ച് ഇളക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ തിള വന്നിട്ടുണ്ട്. തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഓഫ് ആക്കാം. അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ മിക്കവരും തന്നെ ഇത് തിളപ്പിക്കാതെയാണ് ഉപയോഗിക്കാറ്. ഇപ്പൊ നമ്മൾ ചീത്തയാകാതെ കുറെ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിപ്പോ പാനി നമ്മുടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും തിളച്ചാൽ മതിയാവും. നമുക്കിത് ഓഫാക്കി മാറ്റി വെക്കാം. ഇതിപ്പോ നമ്മൾ തിളപ്പിച്ചെടുത്തു വെച്ച പാനിയാണ്.
ഇനി ഈ പാനിയിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ, കുരുവൊന്നും ഉണ്ടാവരുത്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് നാരങ്ങ ഉപയോഗിച്ചത്. സാധാരണ സിട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ നമ്മൾ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ നമ്മുടെ പഞ്ചസാര പാനി അരിച്ച് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എടുക്കുന്ന അരിപ്പയോ പാത്രമോ ഒന്നും തന്നെ വെള്ളമയോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്വാഷ് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സാധനത്തിലും, തവിയിലോ ഒന്നിലും തന്നെ വെള്ളം ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളിപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സ്ക്വാഷ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പഞ്ചസാരയും പുളിയും എല്ലാം കറക്റ്റ് ആണ് നോക്കുക. പുളി കുറവാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പറയാം, നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് പഞ്ചസാര സിറപ്പ് ചേർക്കുന്ന സമയത്ത് രണ്ടും ചൂടുള്ളതാണല്ലോ. അപ്പൊ രണ്ടും ചൂടുള്ളതാണെങ്കിൽ ഒന്നിച്ച് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോ ചിലവര് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ചൂടാക്കാത്തവരുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചസാര പാനി നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് ആ പഞ്ചസാര പാനി ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല ചൂടാണ് ഇതിന്. അപ്പൊ നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ചൂടാറാൻ വെക്കാൻ നേരത്ത് ഇതിനകത്തേക്ക് വെള്ളമോ അതുപോലെ ഈച്ചയൊന്നും കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോവേ. അപ്പൊ നമ്മൾ ഈ സമയത്ത് മൂടി വെക്കണം. മൂടി വെക്കാൻ നേരത്തും ഇതുപോലെ ആവി വെള്ളം വീഴാതെ നോക്കണം കേട്ടോ. അപ്പൊ വല്ല പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മൂടി വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ല 2 ഉണങ്ങിയ കുപ്പികളിലാണ് എടുത്തു വെച്ചിരുന്നത്. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. നല്ല കഴുകി ഉണക്കിയ കുപ്പിയിലായിരിക്കണം നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഒഴിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചില്ല് കുപ്പിയിൽ തന്നെ ഒഴിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് കുപ്പീനേക്കാൾ ചില്ല് കുപ്പിയിലാണ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പാഷൻ ഫ്രൂട്ട് ഒഴിച്ചു വെക്കാൻ നല്ലത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് കുടിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ഗ്ലാസിന്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മുടെ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതിൻ്റെ അകത്തിന് വേറെ പ്രത്യേകിച്ച് ഒരു പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി. കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവര് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. എന്നാലേ എനിക്ക് ഇനിയും സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു ദിവസം ഞാൻ പുതിയ ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.